ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി ഏത് രീതിയിലാണ് നിൽക്കുന്നത്. ഈ ഒരു വീഡിയോ ആരുടെയൊക്കെ മുന്നിലേക്കാണോ യാദൃശ്ചികമായിട്ട് എത്തുന്നത്, നിങ്ങളുടെ ഒരു എനർജി ലെവലും അതോടൊപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമീപ ഭാവിയിൽ തന്നെ എന്ന് വെച്ചാൽ നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവാനായിട്ട് പോകുന്നത്. അതിപ്പോ കരിയർ വൈസ് ആയിക്കോട്ടെ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, റിലേഷൻഷിപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ നോക്കുന്നത്. എന്താണോ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ട് തന്നെ എടുക്കാം. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ പൂർണ്ണമായിട്ടും ഒരു മാറ്റങ്ങൾ കടന്നു വരാനായിട്ട് പോവുകയാണ്. നിങ്ങൾ വളരെയധികം ബ്ലെസ്ഡ് ആണ്. നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാ പോസിറ്റീവ് എനർജീസും അട്രാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നുള്ള ഒരു എനർജിയിൽ അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കുക. മുന്നോട്ടേക്ക് വീഡിയോയിലേക്ക് കണക്ട് ആവുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Strength, Knight of Swords, the Emperor, Knight of Wands, Knight of Pentacles, Nine of Wands, Page of Swords, King of Wands, Six of Swords, Knight of Cups, Ace of Cups, the Wheel of Fortune, Queen of Pentacles, Queen of Swords, Nine of Swords, Seven of Pentacles, Three of Swords, Six of Wands, ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന നയൻ ഓഫ് പെൻഡക്കിൾസ് ആണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇതില് ഈ ഒരു സ്പ്രെഡില് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യമേ തന്നെ നോക്കാം. ഇവിടെ നമുക്ക് നയൻ ഓഫ് സോഴ്സും അതുപോലെ തന്നെ ത്രീ ഓഫ് സോഴ്സും വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു സമയത്ത് വൈകാരികപരമായിട്ട് വളരെയധികം വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു എനർജിയാണ് ആദ്യമേ തന്നെ പറയാനുള്ളത്. വൈകാരികപരമായിട്ട് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. ഒരു നഷ്ടാവസ്ഥ. സ്നേഹിക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലവറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ സുഹൃത്തുക്കള്, എന്താണോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുപോയിരിക്കുന്ന ആ ഒരു വ്യക്തി, അതനുസരിച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. നിങ്ങളൊരു വിരഹ വേദനയിൽ തന്നെയാണ് നിൽക്കുന്നത്. തീർത്തും ഒറ്റപ്പെടലുകളിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അത്രത്തോളം ആ ഒരു പെയിൻ നിങ്ങളെ തളർത്തുന്നുണ്ട്. മുന്നോട്ടേക്ക് ഉയർന്നു വരാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. സ്ട്രെങ്ത് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് എങ്ങനെയെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വിഷമത്തിൽ തന്നെ ഇരിക്കണം എന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും ഉയർത്തെഴുന്നേൽക്കണം, മുന്നോട്ടേക്ക് സഞ്ചരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിലും പലപ്പോഴും നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് വളരെയധികം ഒരു സ്ട്രഗിളിങ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് ഒരുപാട് പണം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ചിലവരെ സംബന്ധിച്ചിടത്തോളം ജോലിയൊക്കെ അപ്രതീക്ഷിതമായിട്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഒരു ബാധ്യത നിങ്ങൾ പെട്ടെന്ന് തന്നെ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. സമ്പത്ത് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതിപ്പോ ദ്രവ്യമായിട്ടാണെന്നുണ്ടെങ്കിലും ഗോൾഡ് ആയിട്ടാണെന്നുണ്ടെങ്കിലും പണമായിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ കടം കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാതെയൊക്കെ വന്നിരിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. സ്വന്തമായി എല്ലാ രീതിക്കും ഒരു ഉയർച്ച വേണം, സാമ്പത്തികപരമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഒന്ന് നന്നാവണം എന്നൊക്കെ ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട്. ചതിക്കപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളുടെ എനർജി കാണിക്കുന്നുണ്ട്. പുറകിൽ നിന്ന്
അത്രയും വിശ്വസിച്ച വ്യക്തികളൊക്കെ നിങ്ങളെ പുറകിൽ നിന്ന് ആക്രമിച്ചിട്ടുണ്ട്, ശത്രുക്കൾ. okay, അപ്പൊ ആ ഒരു രീതിയിൽ എല്ലാ രീതിയിലും നിങ്ങൾ എല്ലാം തകർന്ന് ആ ഒരു വേദനയിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. എങ്ങനെയാണ് മുന്നോട്ടേക്ക് മൂവ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും അറിയാതെ നിൽക്കുന്ന ഒരു എനർജി. ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പൊ നിങ്ങളെ പറ്റി പറയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും, അത്രയും പെയിനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു മാറ്റത്തിന് മുന്നോടിയായിട്ടുള്ള അവസാനമായിട്ടുള്ള ആ ഒരു വേദനയിലൂടെയാണ് പോകുന്നത്. അവസാനമായിട്ടുള്ള വേദന എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബാഡ് കർമാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളിലേക്ക് ഒരു ഗുഡ് കർമ്മ ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇത്രയും നെഗറ്റിവിറ്റിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും, നിങ്ങൾ ആ ഒരു തല അവിടെ നിന്ന് ഉയർത്തി മുകളിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു വൈറ്റ് കളർ ബേർഡിനെ കാണാൻ സാധിക്കും. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു നല്ല ഗുഡ് കർമ്മ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറഞ്ഞു വരാം. ആദ്യമേ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്ന സ്ട്രെങ്ത് എനർജി ആണ്. എത്രത്തോളം ഡൗൺ സ്റ്റേജിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു സെൽഫ് ലവിലേക്കൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ജീവിതത്തിൽ എല്ലാ രീതിക്കും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളാണ് നിരന്തരമായിട്ട് നേരിടേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തികളൊക്കെ നിങ്ങളെ ചതിച്ചിട്ടുണ്ട്. അതിപ്പോ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളായിക്കൊള്ളട്ടെ, സ്നേഹത്തിന്റെ കാര്യങ്ങളായിക്കൊള്ളട്ടെ, നിങ്ങൾ ആരെയൊക്കെയാണോ വിശ്വസിച്ചത്, പെട്ടെന്ന് നിങ്ങൾ എല്ലാവരിലേക്കും വിശ്വസിക്കുന്ന ഒരു person ആണ്. സെന്റിമെന്റ്സ് ഒക്കെ പെട്ടെന്ന് നിങ്ങളിലേക്ക് ആകുന്നത്. എന്ന് വെച്ചാൽ ആരുടെയെങ്കിലുമൊക്കെ ഒരു വേദനകളൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സലിയും. അങ്ങനെ നിങ്ങൾ അവരെ വിശ്വസിച്ചു പോകും. പക്ഷെ അങ്ങനെ നിങ്ങൾ ആരെയൊക്കെയാണോ വിശ്വസിച്ചിട്ടുള്ളത്, അവരെല്ലാം നിങ്ങളെ പുറകിൽ നിന്ന് നല്ല രീതിക്ക് കുത്തി വേദനിപ്പിച്ചിട്ടുണ്ട്. നല്ലവരും ഉണ്ടായിരിക്കാം, പക്ഷെ ഒരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളും നിങ്ങളെ വേദനിപ്പിക്കുന്നവർ തന്നെയാണ്. അപ്പൊ അങ്ങനെ വന്നിരുന്ന ആ ഒരു അവസ്ഥയിൽ ഒരു സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി ആയിരുന്നെന്നുണ്ടെങ്കിൽ, മറ്റൊരു സമയത്ത് നിങ്ങൾ വളരെയധികം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോ വീണ്ടും നിങ്ങൾ നിങ്ങളുടേതായ ആ ഒരു എനർജിയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയാണ്. എനർജിയിലേക്ക് തിരിച്ചു വരാൻ എന്ന് പറയുമ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന നിങ്ങളുടെ സ്വന്തം സ്ട്രെങ്ത് വീണ്ടെടുത്ത് മുന്നോട്ടേക്ക് വരിക. കാരണം ജീവിതം എങ്ങനെയെങ്കിലും മുന്നോട്ടേക്ക് കൊണ്ടുപോയേ പറ്റുകയുള്ളൂ. പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം ഈ ജീവിതം ഇവിടെ വെച്ച് നിന്ന് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവസാനിപ്പിക്കാമായിരുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ എവിടെയോ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഹൃദയത്തിന്റെ എവിടെയോ ഒരു കോണിൽ ഒരു ഹോപ്പ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല രീതിയിലേക്ക് എത്തും. കാരണം നിങ്ങൾ ഒരിക്കലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ മനസ്സിന്റെ നന്മ എന്ന് പറയുന്നത് ഈ ഒരു യൂണിവേഴ്സ് എന്നെങ്കിലും തിരിച്ചറിയും എന്നുള്ള നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു കടുകുമണിയോളം ആണെന്നുണ്ടെങ്കിലും ആ ഒരു വിശ്വാസം തന്നെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഈ ഒരു സമയത്ത് എന്തിനൊക്കെയോ പുറകെ ഓടുകയാണ്. പുറകെ ഓടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ പുറകെ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചേസിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു ചേസിങ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു സ്ട്രെങ്ത്തിലേക്ക് എത്തുക. ഇവിടെ ഒരു വിഭാഗം ആളുകൾ സ്ട്രെങ്ത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷെ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോഴും ആ ഒരു ഓട്ടത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ളവരോട് ഇവിടുത്തെ സ്പ്രെഡ് നിങ്ങൾക്ക് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ഒരു ഓട്ടം നിങ്ങൾ മതിയാക്കുക. കാരണം നിങ്ങൾ എവിടെയാണോ ആ ഒരു ഓട്ടം സ്റ്റോപ്പ് ചെയ്യുന്നത്, അവിടെ നിന്നും നിങ്ങൾ എന്തിന്റെ പുറകെയാണോ പോയത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരാനായിട്ട് പോവുകയാണ്. അതിപ്പോ വൈകാരികപരമായിട്ടുള്ള നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും, സമ്പത്തിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ എനർജിയിലേക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ആവാൻ പോകുന്നു. നിങ്ങളിപ്പോ ഒരു ജോലിക്കൊക്കെ വേണ്ടിയിട്ട് പുറത്തേക്കൊക്കെ പോകാൻ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് നിരന്തരമായിട്ട് അതിനകത്ത് തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനൊക്കെ പോകാനുള്ള ഒരു സാധ്യത മുന്നിലേക്ക് തെളിഞ്ഞു വരികയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ വിഷമകരമായ സിറ്റുവേഷൻസ്, നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ആ ഒരു വിഷമങ്ങളെല്ലാം പൂർണ്ണമായിട്ട് അവസാനിച്ച് ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് നിങ്ങളുടെ ജീവിതം മാറാനായിട്ട് പോവുകയാണ്. ജോലിയുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, പുറത്തേക്കൊക്കെ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ. നിങ്ങളിപ്പോ ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടല്ല നിങ്ങൾ വർക്ക് ചെയ്യുന്നതൊക്കെ ഉണ്ടെങ്കിൽ, ഇനി നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്, നിങ്ങളിപ്പോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ട്ടോ, അവരുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു പഠിച്ച കാര്യവുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു കോഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെയുള്ള ജോലി തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതുപോലെ പ്രൊമോഷൻസ് കാര്യങ്ങൾ അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പ്രൊമോഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന പ്രൊമോഷൻസ് പല കാരണങ്ങൾ കൊണ്ടിട്ട്
നിങ്ങളിൽ നിന്ന് തട്ടിപ്പോവുക എന്ന് വെച്ചാൽ ശത്രുക്കളുടെ ഭാഗമായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ കൊണ്ടിട്ട് നിങ്ങൾക്കത് മാറിപ്പോയിരിക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, ആ ഒരു വിഷമങ്ങളൊക്കെ നിങ്ങളെ നിരന്തരമായിട്ട് അലട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരു സ്ട്രക്ചറിലേക്ക്, നിങ്ങളുടെ ലൈഫ് ഒരു ഘടനയിലേക്ക് മാറാൻ പോകുന്നു. ഒരു അധികാര പടവിലേക്ക് നിങ്ങൾ എത്തിപ്പെടാനായിട്ട് പോവുകയാണ്. അതിന് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ശ്രമിക്കേണ്ട ഒരു കാര്യം, ഒരു കമ്മ്യൂണിക്കേഷൻ എനർജി ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു കരിയറുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഇന്റർവ്യൂസോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മുകളിലുള്ള വ്യക്തികളോട് സംസാരിക്കുന്ന സമയത്തൊക്കെയോ നിങ്ങൾ കുറച്ചൊന്ന് calm and quiet ആയിട്ടൊക്കെ സംസാരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, ഇമോഷൻസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുവാണെന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു വിജയം നിങ്ങൾക്കിവിടെ കാണുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിട്ടുണ്ട്. ബിസിനസ് കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടൊരു ലോസ് സംഭവിച്ചിട്ടുണ്ട്. എല്ലാം ഇട്ടിട്ട് ഇറങ്ങി പോകാം എന്നുള്ള രീതിക്കൊക്കെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഓടി ഒളിച്ച് മാറി നിൽക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കാരണം നഷ്ടാവസ്ഥ തന്നെ, എന്ത് ചെയ്തിട്ടും വിജയിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ മാറുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു ഭയത്തിൽ നിന്നെല്ലാം പുറത്തേക്ക് വന്നതിന് ശേഷം മുന്നോട്ടേക്ക് തന്നെ കാൽച്ചുവടുകൾ വെക്കുക. ആ ഒരു ഭയം നിങ്ങൾക്ക് ഒട്ടും യോഗ്യമല്ലാത്തൊരു കാര്യമാണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരു എനർജി ഉണ്ട്. ആ ഒരു എനർജിനെ നിങ്ങൾ ഇൻക്രീസ് ചെയ്യിച്ചതിന് ശേഷം, ആ ഒരു ഭയത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം മുന്നോട്ടേക്ക് നിങ്ങൾ ട്രൈ ചെയ്യാൻ തയ്യാറായിക്കോളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്കൊരു സാമ്പത്തിക ഉയർച്ച കൈവരാനായിട്ട് പോവുകയാണ്. ബിസിനസ് കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു തളർച്ചയിൽ നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എല്ലാ രീതിക്കും ലൈഫ് തീർന്നു എന്നുള്ള രീതിക്കൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് നിന്നിരുന്ന വ്യക്തികൾ, അത് ആര് തന്നെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് റിലീസ് ആവുകയാണ്. ഈ ഒരു ഗുഡ് കർമ്മയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണോ നിങ്ങളെ ഉപദ്രവിച്ചിരുന്നത് ആ ഒരു ഉപദ്രവങ്ങളെല്ലാം അവരിലേക്ക് തിരിച്ചു പോവുകയാണ്. കർമ്മ ഈസ് എ ബൂമറാങ്. okay. അപ്പൊ അതായത് അവർ നിങ്ങൾ എന്താണോ ചെയ്തിരുന്നത് അത് അവരിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ആയിട്ട് നിങ്ങളിൽ നിന്ന് അവർ ഓടി അകലാനായിട്ട് പോകുന്നു. കാരണം അവർക്ക് പറ്റിയ സ്ഥലമല്ല, അല്ലെങ്കിൽ ഇത് അവർ കളിക്കുന്നത് തീക്കളിയാണ് എന്നുള്ളൊരു ചിന്ത വന്നിരിക്കുന്നത് കൊണ്ട് അവർ മാറിപ്പോവുകയാണ്. അപ്പൊ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. അർഹമായ രീതിയിലുള്ള ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അബ്രോഡിലേക്കൊക്കെ പോകാനിരിക്കുന്നത്, പുറത്തേക്ക് പോകാനിരിക്കുന്നത് പഠന സംബന്ധമായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു പഠന സംബന്ധമായിട്ട് പുറത്തേക്കൊക്കെ പോകാൻ സാധ്യതകൾ കാണിക്കുന്നുണ്ട്. എത്ര രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ബുദ്ധിപൂർവമായിട്ട് നിരന്തരമായിട്ട് നിങ്ങൾ അതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്കൊരു വിജയം കൈവരാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷൻസ് എല്ലാം പൂർണ്ണമായിട്ട് അവസാനിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തുകയാണ്. അതും വളരെ unexpected ആയിട്ട് തന്നെ. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് തന്നെ ആ ഒരു good karma starting ആണ്. വളരെ അപ്രതീക്ഷിതമായിട്ട്, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഇവിടെ മെയിൻ ആയിട്ട് ഈ ഒരു ജോലിയുടെ കാര്യങ്ങളിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ടായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോകുന്നത്. അതുപോലെ പുറത്തേക്കൊക്കെ പോകാനിരിക്കുന്നവർക്ക്, മെയിൻ ആയിട്ട് പുറത്തേക്കൊക്കെ പോകാനിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇന്റർവ്യൂ കോള് കാര്യങ്ങൾ വിസ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ unexpected ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കോള് വരാനുള്ള സാധ്യതകളും പോകാനും നിങ്ങൾക്ക് സാധിക്കും. ആ ഒരു പോവൽ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉയർച്ചയുടെ മുന്നോടിയായിട്ടാണ്. കാരണം ലഭിക്കാൻ പോകുന്ന ആ ഒരു കരിയർ എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന്റെ ഒരു വിജയമാണ്. ഇവിടെ കിങ് ഓഫ് wands ആണ്. വളരെ passionate ആയിട്ട്, കാരണം already നമ്മൾ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഇഷ്ടപ്പെട്ട profession അല്ല വർക്ക് ചെയ്യുന്നവരൊക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് ഒരുപാട് നാളുകളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിലേക്കുള്ള കാൽവെപ്പാണ് നിങ്ങളുടേത്. അതെന്ന് പറയുന്നത് നിങ്ങളുടെ വിജയം തന്നെയാണ്. ഇതുവരെ നിങ്ങൾ ആരൊക്കെയാണോ പുച്ഛിച്ച് മാറ്റി നിർത്തിയത് അവിടെയെല്ലാം നിങ്ങളുടെ വിജയം നിങ്ങൾ സ്വയം നേടുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു transformation ആണ് ഇപ്പൊ നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു വിഷമങ്ങളിലൂടെയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ ആ ഒരു വിഷമങ്ങളെ നിങ്ങൾ പൂർണ്ണമായിട്ട് റിലീസ് ചെയ്ത് ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വളരെ പെട്ടെന്ന് എത്തുക. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കപ്പ് എനർജി കിട്ടിയിട്ടുണ്ട്. വൈകാരികപരമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ നിങ്ങളൊരു സെപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ആഗ്രഹിക്കാൻ കാരണം അവർക്ക് ഇവിടെ ഒരു കർമ്മ ലഭിച്ചിട്ടുണ്ട്. കർമ്മ എന്ന് പറയുമ്പോൾ നിങ്ങളെ വേദനിപ്പിച്ച് ഭയങ്കരമായിട്ട് ഒരു പെയിൻ തന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സമയത്ത്
ഒരു തിരിച്ചടി അല്ലെങ്കിൽ ആ ഒരു ദൈവികപരമായിട്ടുള്ള ഒരു തിരിച്ചടി അവർ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ പേഴ്സണിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഒരു സമയത്ത് അവർ എങ്ങനെയായിരുന്നോ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിരുന്നത്, ഇതേ സമയത്ത് അവർ അതേപോലെ തന്നെ നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളിൽ നിന്നും റൺ ചെയ്ത് ഓടിപ്പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതേ ഓടിപ്പോയ സ്ഥലത്ത് നിന്ന് നിങ്ങളിലേക്കുള്ള യാത്രയിലാണ് അവര്. അവരുടെ മനസ്സിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അവരുടെ ചിന്താഗതികളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അപ്രതീക്ഷിതമായിട്ട് അവരുടെ ലൈഫിൽ അവരെന്തൊക്കെയോ ഒരു വിഷമങ്ങൾ അല്ലെങ്കിൽ വേദനകൾ തുടർച്ചയായിട്ട് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒരു ചതിയിലൊക്കെ അകപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയുടെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചല്ല, നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം. അപ്രതീക്ഷിതമായിട്ട് ആരോ അവർക്ക് ഒരു ചതിയൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പൊ അത്രയും വിശ്വസിച്ച വ്യക്തികളിൽ നിന്നൊക്കെ ഒരു ചതി കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അവരെ ഒരുപക്ഷെ നിങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ടായിരിക്കാം അവരുടെ ലൈഫിൽ ആ ഒരു കർമ്മ അവർ നേരിട്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നത് കൊണ്ട് ഈ ഒരു പേഴ്സൺ again നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളിപ്പോ ഒരു പുതിയ ലൈഫിലേക്ക് കയറാനായിട്ട്, വിവാഹമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, നിരന്തരമായിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ തടസ്സങ്ങളൊക്കെ നേരിട്ടവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പാർട്ട്ണർ കടന്നു വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ആ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹം നൽകിക്കൊണ്ട് തന്നെയാണ്. ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത്, നിങ്ങൾ അങ്ങനെ ഒരു സ്നേഹബന്ധത്തിലേക്കൊക്കെ പോകാൻ നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒരു മാരേജ് ഒക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വൈകാരികപരമായി നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരു സെലിബ്രേഷൻ നടക്കാനായിട്ട് പോകുന്നു. സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ മാരേജ് അല്ലെങ്കിൽ എൻഗേജ്മെന്റ് അങ്ങനെയൊക്കെയുള്ള ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ നടക്കാനായിട്ട് പോവുകയാണ്. അതിലൂടെ നിങ്ങൾ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് കയറാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ലൈഫ് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ ഇതിനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ വേദനകളെല്ലാം ഈ ഒരു യൂണിവേഴ്സ് തിരിച്ചറിഞ്ഞിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങളിലേക്ക് നേടാനായിട്ട് പോവുകയാണ്. ഒരു സമയത്ത് നിന്ന് നിലച്ചുപോയ ആ ഒരു ബന്ധത്തിനെ വീണ്ടും വാർത്തെടുക്കാനായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം നാളുകളായിട്ട് കാത്തിരിക്കുന്ന ആ ഒരു പേഴ്സൺ ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മനസ്സിൽ നിങ്ങളോട് ആത്മാർത്ഥമായ ഒരു പ്രണയം, അതുപോലെ തന്നെ നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ, റെസ്പെക്റ്റ് ഇതൊക്കെ തോന്നുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളിലേക്കുള്ള യാത്രയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ നിൽക്കുന്നത്. അതിപ്പോ വൈകാരികപരമായി നിങ്ങൾ ഒരു പുതിയ ജീവിതം ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ വ്യക്തി, ഒരു മാരേജ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. അല്ലാതെ നിങ്ങളിപ്പോ വൈകാരികപരമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ഭയങ്കരമായിട്ട് ഡൗൺ സ്റ്റേജിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ മാറി നിന്നുപോയ അല്ലെങ്കിൽ ആ ഒരു വളർച്ച മുരടിച്ചു പോയ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും അവിടെ നിന്നും പുഷ്ടിപ്പെടാൻ പോകുന്നു. അല്ലെങ്കിൽ വീണ്ടും ഒരു വളർച്ച കൈവരാനായിട്ട് പോവുകയാണ്. ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് നിങ്ങൾ എന്ന് പറയുന്ന person ഇപ്പൊ കടന്നു പോകുന്നത്. ആ ഒരു മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇത്രയും നാളും ഉണ്ടായിരുന്നതിനേക്കാൾ പെട്ടെന്നൊരു pain കൂടി വരിക. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തന്നെ കുറച്ച് നാളുകളായിട്ട് ഇത്രയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ, പക്ഷെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇപ്പൊ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് control ചെയ്യാൻ പറ്റാത്തത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് pain ഒക്കെ completely remove ആയി പോയിരിക്കുന്ന പോലെ തോന്നുന്നു. വളരെയധികം ഒരു happiness ഒക്കെ feel ചെയ്യുന്നു. ഈ രണ്ട് രീതിയിലാണെന്നുണ്ടെങ്കിലും രണ്ടിന്റെയും peak stage എന്ന് പറയുന്ന രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാറ്റത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ ഒരു transformation ന്റെ last stage ലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഈ ഒരു പെട്ടെന്നുള്ള change നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? തീർച്ചയായും നിങ്ങൾ അതൊന്ന് comment ചെയ്യണം. അങ്ങനത്തെ ഒരു situation ആണ് നിങ്ങൾ face ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, വളരെ പെട്ടെന്ന് വന്നിരിക്കുന്ന എന്തെങ്കിലും change നിങ്ങളുടെ life ൽ നിങ്ങൾക്ക് feel ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ comment ചെയ്ത് അറിയിക്കണേ. അപ്പൊ അതുപോലെ നിങ്ങളുടെ ഒരു energy യിൽ നിങ്ങൾക്ക് ഒരു communication ആണ് ഇവിടെ ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു person ഇപ്പൊ നിങ്ങളെ block ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിച്ച് സ്വയമേ തന്നെ effort എടുത്താണ് വരുന്നത്. relationship ന്റെ കാര്യത്തിൽ ഒരു rebirth സംഭവിക്കാനായിട്ട് പോവുകയാണ്. ഒരു new beginning ആണ് നിങ്ങളുടെ life ൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ആ ഒരു രീതിയിലേക്ക് മാറാനായിട്ട് പോവുകയാണ്. അതുപോലെ ഇവിടെ നമുക്ക് pentacle energy വന്നിരിക്കുന്നത് കൊണ്ടിട്ട് financial കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് strugglings ലൂടെയൊക്കെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ആ ഒരു സ്ട്രഗിളിങ്സ് ഒക്കെ മാറുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളൊരു വീടൊക്കെ വെക്കാനായിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ട് അതൊക്കെ പാതി വഴിയിൽ നിന്നിരിക്കുന്ന ഒരു അവസ്ഥയാണോ? അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്റ്റക്നെസ് എല്ലാം മാറിയിട്ട് വീണ്ടും അവിടെ നിന്ന് നിങ്ങൾക്കൊരു റീസ്റ്റാർട്ടിങ് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്കൊരു സാമ്പത്തിക ഭദ്രത, ഒരു സമ്പത്ത് നിങ്ങളിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. അപ്രതീക്ഷിതമായിട്ട് കുറച്ചധികം ധനം അല്ലെങ്കിൽ പണം നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങളെ സഹായിക്കാനായിട്ട് ചില വ്യക്തികളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടായിരിക്കും. അതുപോലെ കുടുംബ സ്വത്തോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ടോ? എന്തെങ്കിലും ഒരു വസ്തുക്കളോ കാര്യങ്ങളോ നിങ്ങൾ വിൽക്കാനായിട്ട് വെച്ചിട്ട് നിങ്ങൾക്കത് സാധിക്കാതെ stuck ആയിട്ട് നിൽക്കുന്നവരാണോ? അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ വന്നിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു യൂണിവേഴ്സൽ മദറിന്റെ ബ്ലെസ്സിങ് നിങ്ങൾക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് unexpected ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. സ്വയം എഫേർട്ട് എടുത്ത് നിങ്ങൾ ഉയർന്നു വരാനായിട്ട് പോവുകയാണ്. കരിയറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം സ്ട്രഗിൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു പ്രൊമോഷൻ, അത് ഓൾറെഡി നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു, മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം അതാണ്. സമ്പത്തിന്റെ കാര്യത്തിൽ ചെറിയൊരു ഉയർച്ചയല്ല, നല്ല രീതിക്ക് നിങ്ങൾക്ക് ഒരു ഗ്രോത്തിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അതും നിങ്ങൾ സ്വയം എഫേർട്ട് എടുത്ത് ഉയർന്നു വരുന്നവരാണ്. okay. അപ്പൊ ആ ഒരു career growth, promotions ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. ബിസിനസ് കാര്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച. കാരണം ഇതുവരെ നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഹെർമിറ്റ് എനർജി ആയിരുന്നു. നിങ്ങൾ തീർത്തും ഒറ്റപ്പെട്ട് എല്ലാ രീതിക്കും എല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഒരു വെളിച്ചം തേടിയുള്ള ഒരു യാത്രയിലായിരുന്നു നിങ്ങൾ. ആ ഒരു വെളിച്ചം നിങ്ങളുടെ കൺമുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. അതാണ് ഈ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത്. നീതി ദേവത നിങ്ങളുടെ മുന്നിൽ അനുഗ്രഹം ചൊരിയുന്ന ഒരു നിമിഷമാണിത്. ജഡ്ജ്മെന്റ്, നിങ്ങൾ ഇതുവരെ ഒരു നീതിക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് അലഞ്ഞു നടന്നവരാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തു, ഒറ്റപ്പെടലുകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. നിങ്ങൾ വിശ്വസിച്ചിരുന്ന വ്യക്തികളൊക്കെ ഒരുപാട് പേര് നിങ്ങളെ ചതിച്ചും വേദനിപ്പിച്ചും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കടന്നുപോയി. കരിയർ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും ഫിനാൻഷ്യൽ കാര്യങ്ങളിലായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ കാര്യങ്ങളിലായിക്കൊള്ളട്ടെ, സ്നേഹിച്ച വ്യക്തി, സമ്പത്ത് എല്ലാം നഷ്ടപ്പെട്ട പല പല വ്യക്തികൾ, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. നമുക്കിവിടെ ആ ഒരു കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്താ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ നീതിക്കായിട്ട് ഒരുപാട് നാളുകളായിട്ട് അലയുന്നവരാണ്. ഒരു ചെറിയ സമയമല്ല ഇവിടെ കാണിക്കുന്നത്. ഒത്തിരി നാളുകളായിട്ടേ നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വലിയ രീതിക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുനർജന്മമാണ് കടന്നു വരാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ഉയർച്ച കൈവരാനായിട്ട് പോവുകയാണ്. നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള സമ്പത്ത് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ എത്തിച്ചേരാൻ പോകുന്നു. നിങ്ങളുടെ കൈകളിൽ നിന്നും നിങ്ങളുടെ സമ്പത്ത് മറ്റൊരാളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരത് വളരെ പെട്ടെന്ന് അർഹമായ കൈകൾ നിങ്ങളാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് തന്നെ തിരികെ ഏൽപ്പിക്കാനായിട്ട് പോവുകയാണ്. കാരണം already നമ്മൾ പറഞ്ഞായിരുന്നു, അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇവിടെ good കർമ്മ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച് പോയ വ്യക്തികൾ, സമ്പത്തിന്റെ കാര്യങ്ങളിലായിക്കൊള്ളട്ടെ, സ്നേഹബന്ധത്തിന്റെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളിലായിക്കൊള്ളട്ടെ, അവർക്ക് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ്. ദൈവികപരമായിട്ടുള്ള ഒരു തിരിച്ചടി. നിങ്ങളെ വേദനിപ്പിച്ച് എത്ര ഉയരേക്കാണോ അവർ പോയത്, അവിടെ നിന്നും അവർ കൂപ്പുകുത്തി നിലത്തേക്ക് വീഴുന്ന ഒരവസ്ഥ അവരുടെ ലൈഫിൽ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വളരെ ബുദ്ധിപൂർവ്വം ഒക്കെ പ്രവർത്തിച്ച് നിങ്ങളെ ചതിച്ച് നിങ്ങൾ already sensitive ആയിട്ടുള്ള ഒരു person ആയി മാറി എന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. പെട്ടെന്ന് വിശ്വസിക്കുക. ആരെങ്കിലുമൊക്കെ വേദനിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് പെട്ടെന്ന് അലിയും. അങ്ങനെയൊക്കെ നിങ്ങൾ ദൈവികപരമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോയവരായതുകൊണ്ടാണ് ആ ഒരു കർമ്മ അവർക്ക് തിരിച്ചടിയായിട്ട് തന്നെ വന്നിരിക്കുന്നത്. കാരണം നിങ്ങളുടെ മനസ്സിന്റെ വേദന യൂണിവേഴ്സ് ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവർ അനുഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ ആ ഒരു പേഴ്സന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഒരു ഡൗൺ സ്റ്റേജിൽ നെഗറ്റീവ് എനർജിയിലാണ് അവർ നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യത്തിന് തീരുമാനം വേണം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ചതിച്ചെടുത്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമാണ് അവരുടെ ലൈഫിൽ അവർക്കും ഒരു നീതി ലഭിക്കുകയുള്ളൂ എന്നുള്ളത് അവരിപ്പോ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു തുടക്കം കൈവരാനായിട്ട് പോവുകയാണ്. ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊരു നിങ്ങൾക്ക് പറ്റിയ ഒരു സമയമായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ നിന്നും ഒരു വിത്ത് നടുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ തയ്യാറാണോ, അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ വിജയം സുനിശ്ചിതമാണ്. ആ ഒരു എനർജിയാണ് കാണിച്ചിരിക്കുന്നത്. തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു വിജയം നിങ്ങൾക്ക് വരുന്നു. നിങ്ങളുടെ ലൈഫിൽ ഒരു ഹാപ്പിനെസ്, സന്തോഷം കടന്നു വരാൻ പോകുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ സിറ്റുവേഷൻസിനെല്ലാം ബുദ്ധിപൂർവ്വം നിങ്ങൾ ഇതുവരെ പ്രയത്നിച്ചു. നിങ്ങൾ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് പറഞ്ഞില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഫൈറ്റ് ചെയ്തവരാണ്. എത്ര സിറ്റുവേഷൻ വന്നാലും നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു, പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു ജീവിതം നിർത്തി പോകണമെന്ന്. പക്ഷെ എന്നിട്ടും നിങ്ങൾ ആ ഒരു ഹോപ്പ് വെച്ച് ഒരുപാട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് വന്നവരാണ്.
അതിപ്പോ സമ്പത്തിന്റെ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിന്റെ സ്നേഹബന്ധത്തിന്റെ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും വിജയിക്കും എന്നുള്ള നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉറച്ചെടുത്ത തീരുമാനം പലപ്പോഴും നിങ്ങൾ തകർന്നു പോയുള്ള അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ ഒരു തകർച്ചയിൽ തന്നെ വേദനയിൽ തന്നെയാണ് നിൽക്കുന്നത്. എങ്കിലും നിങ്ങൾ ആ ഒരു വാശിയോട് കൂടി മുന്നോട്ടേക്ക് പോയി, അല്ലെങ്കിൽ അതേ വിശ്വാസത്തോടു കൂടി, വാശി എന്നതിനേക്കാൾ കൂടുതൽ ഒരു വിശ്വാസം, നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസം, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയിൽ നിങ്ങൾ അർപ്പണബോധത്തോടു കൂടി തന്നെ മുന്നോട്ടേക്ക് പോയ ആ ഒരു വിശ്വാസമാണ് ഇവിടെ സത്യമാവാനായിട്ട് പോകുന്നത്. ഇത് നിങ്ങളുടെ വിജയത്തിന്റെ സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിപ്പെടുന്ന സമയം. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ എനർജിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് കടന്നു വരാൻ പോകുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു കാര്യങ്ങള് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പൊ ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ നോക്കാം. യൂണിവേഴ്സ് എന്താണ് ഈ ഒരു സമയം ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ്? യു ആർ റെഡി. നിങ്ങൾ തയ്യാറെടുത്ത് തന്നെ ഇരുന്നോളൂ. നിങ്ങളിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ വളരെ പെട്ടെന്ന് കടന്നു വരികയാണ്. അപ്പൊ നിങ്ങളും കൂടെ അതിനുവേണ്ടി തയ്യാറെടുക്കൂ. ഇനി നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട സമയമല്ല ഇത്. നിങ്ങളുടെ ലൈഫിന്റെ ഒരു മിറാക്കിൾ പോയിന്റ് ആണിത്. അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ എനർജിനെ നിങ്ങൾ ഇൻക്രീസ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി വന്നിട്ടുണ്ട്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു റീഡിംഗ് എടുത്ത സമയത്ത്. കമ്മ്യൂണിക്കേഷൻ ഒക്കെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളെ വേദനിപ്പിച്ചു പോയ വ്യക്തികളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അവരോട് മിണ്ടാതിരിക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ ഡൗട്ട്സ്, കാര്യങ്ങൾ, നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കുക എന്നുള്ളതല്ല, തുറന്ന് തന്നെ സംസാരിക്കുക. അതിലൂടെ ഒരു ക്ലാരിറ്റി വരുത്തുക. കാരണം നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടേക്ക് ഒരു ക്ലാരിറ്റി അത്യാവശ്യമാണ്. The situation will improve ആണ് വന്നിരിക്കുന്നത്. Meditation brings answers. Wait. Recovery. Opportunity. Get more information. Bottom of the deck ആയിട്ട് വന്നിരിക്കുന്നത് no need to worry ആണ്. ഈ ഒരു സമയം യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം ഇംപ്രൂവ് ആകാൻ പോവുകയാണ്. നിങ്ങൾ തയ്യാറെടുത്ത് തന്നെ ഇരിക്കുക. മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് ആണ്. ഇതുവരെ നിങ്ങൾ ആ ഒരു വിശ്വാസം, പ്രാർത്ഥന, അതിലൂടെയല്ലേ മുന്നോട്ടേക്ക് പോയത്. ഇനിയും നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയിൽ നിന്ന് ആ ഒരു മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് എന്ന് വെച്ചാൽ പ്രാർത്ഥനകളിലൂടെ തന്നെ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. വെയിറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇത്രയും നാളും വെയിറ്റ് ചെയ്തില്ലേ, കുറച്ചുകൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറായിക്കോളൂ. അവസരങ്ങളുടെ വാതിലുകൾ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരാനായിട്ട് പോവുകയാണ്. സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകിയെത്താനായിട്ട് പോവുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, ഗെറ്റ് മോർ ഇൻഫർമേഷൻ ആണ്. നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കൺമുന്നിൽ ഓരോരോ പോയിന്റുകളായിട്ട് അല്ലെങ്കിൽ ഓരോരോ പ്രൂഫുകളായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും നിങ്ങളുടെ നല്ല സമയം നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. റിക്കവറി ആണ്. ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അതിപ്പോ സ്നേഹബന്ധമാണോ എന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതിയിരിക്കുന്ന സമ്പത്താണോ എന്നുണ്ടെങ്കിലും ഒന്നും നിങ്ങൾക്ക് നഷ്ടമായിട്ടില്ല. അതെല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ എത്തിച്ചേരാനായിട്ട് പോവുകയാണ്. നോ നീഡ് ടു വറി. നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരുവിധ കാര്യങ്ങളും ഇല്ല. പോസിറ്റീവ് ആയിട്ട് ഇരുന്നോളൂ എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ ആരുടെയൊക്കെ മുന്നിലേക്കാണോ എത്തിയിരിക്കുന്നത്, നിങ്ങളുടെ എനർജി ഈ ഒരു രീതിയിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു എനർജിനെ അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ആ ഒരു എനർജിനെ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ വീണ്ടും നാളെ നമുക്ക് നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.